എന്താടാ ആദ്യത്തെ വഴക്കുടങ്ങിയോ? നോക്കി, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നല്ല ദേഷ്യത്തില്ല, വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ. ഞാൻ അതിനെന്ത് ചെയ്തു? എടി, നീ എന്തിനാ ഇന്നലെ ഫോട്ടോ കഴിക്കാൻ പോയേ? ഫോട്ടോ അല്ലേടാ അയച്ചോളൂ. ആ ഫോട്ടോ തന്നെ അയച്ച. എന്നാലും എന്താ പറ്റിയെന്നറിയില്ല. ഫോട്ടോയ്ക്ക് ഈ റിയാക്ഷൻ ആണെങ്കിൽ നമ്മുടെ മാറ്റർ അറിഞ്ഞാലോ? നമ്മുടെ മാറ്റർ? അതേടാ, ലവ് മാറ്റർ. ദേ, വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഹലോ, ലവ് ഓക്കെ, ഈ മാറ്റർ എന്ന് പറഞ്ഞ? എടാ, നിനക്ക് മാറ്റർ എന്ന് പറഞ്ഞ ക്വാർട്ടർ അല്ലേ? എടാ, ആദ്യം നീ എന്റെ മാറ്ററിലേക്ക് വാ. അതെ ഡാർലിംഗ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കല്യാണം മണ്ണാങ്കട്ടന്ന് വേണ്ടെന്ന്. ലിവിംഗ് റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യേ. ഇഷ്ടപ്പെട്ട പെട്ടില്ലെങ്കിൽ കട്ട്. ഒരു ക്വാർട്ടറിന് വേണ്ടി ആരെങ്കിലും ബിവറേജ് വാങ്ങോടാ. ഏയ്, വെറുതെ ഈ അലമ്പലൊന്നും പറയുന്ന കേൾക്കണ്ട. വഴിയാതാരമായി പോ. വീട്ടിലേക്ക് പോയി സാഷ്ടാംഗം നമസ്കരിച്ചോ. എന്നാലേ ഇന്ന് രാത്രി നിന്റെ ഓഹോ, അതാണ് ജെഡി ഓൾവേസ്. ഏയ്, ഇങ്ങോട്ട് വന്നേ. ഞാൻ വരില്ല. അവനൊരെണ്ണം കൊടുത്തേടി. ഞാൻ സമ്മതിക്കില്ല. ഊളത്തരം പറയുന്നതിന് ഒരു കുറവുമില്ല. ഇതേ നോക്ക് ചക്കരെ, ഇതിൽ അഭിമാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾ വിട്ടു തരുമെന്ന് നീ വിചാരിക്കേ വേണ്ട. അത് ശരിയാ. ഏയ്, അതൊന്നും നടക്കില്ല. നിന്റെ റേഞ്ച് വേറെ അല്ലേ? എങ്ങാനും പോയി സോറി പറഞ്ഞെന്ന് അറിഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയുന്നില്ല ഞാൻ. നീ ഒന്നും ഉണ്ടായിരുന്നേ. വെറുതെ അതും ഇതും പറഞ്ഞ അവനെ കൺഫ്യൂസ് ചെയ്യിക്കല്ലേ. അങ്ങനെ ഇപ്പൊ അവന്റെ റേഞ്ചിന് താഴോട്ട് പോകണ്ട. റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അണ്ടർ മെയിൻ്റനൻസ്. റേഞ്ച് വിട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചപ്പോ പുറത്ത് വെക്കേണ്ട അവസ്ഥയല്ലേ. ആഹാ, സറണ്ടർ ആവുന്നതാണ് മോനെ ബെറ്റർ. അപ്പൊ 13 നില കയറണമല്ലേ. ഓക്കെ, മുത്തേ ചക്കര, എന്നോട് ക്ഷമിക്കണം. ജനൈ, ഞാൻ I'm sorry. I'm so sorry. I'm sorry, Jay. It's okay. It's my fault. Okay, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, okay. Jay. Okay. I'm sorry, Jay. I'm so sorry. Sorry. I'm so sorry. ബേബി, ആളോ ഓക്കെ? എന്തോ ഓക്കേന്ന്? സെക്കൻഡ് വിസിലെ കുക്കർ ഓഫ് ചെയ്തില്ലേ? ഇപ്പൊ എന്താ പറഞ്ഞ നീ? ഒന്നുമില്ല. അല്ല, എന്താ വിസിലെന്ന് പറയുന്ന പോലെ ഇങ്ങനെ കേട്ടെ. ഗോൾഡൻ വേർഡ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഇങ്ങനെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. നീ എന്നോടെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ ചോദിക്കാറ്. ഹൗ മെനി ഹസ്ബൻഡ്സ് ആർ കൺസേൺഡ് അബൌട്ട് ദിസ്? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തത് കൊണ്ടാണ് ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ഇട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഇങ്ങനെ കുത്തിക്കൊല്ലുന്നത്. എന്നെ കൊല്ലാനുള്ള പ്ലാനിങ് ഉണ്ടോ? ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ആലോചിക്കട്ടെ. വൃത്തിയായിട്ടോളെ. വാട്ട് യു തിങ്ക് അബൌട്ട് ലൈഫ്? ഇഫ് there is no life, ലൈഫിൽ നിന്ന് മാറ്റി വെച്ച് നോക്കിയേ, ലൈഫേ ഇല്ല. ജീവിക്കുന്നത് തന്നെ വേസ്റ്റ്. എടീ, നീ IT പഠിച്ചോളാന്ന് വിചാരിച്ചേ. ഇതിപ്പോ ഒരുമാതിരി മറ്റേ മിഡ് നൈറ്റിൽ വരുന്ന ഡോക്ടറുടെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. സംസാരം നിർത്ത്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ 100 നോട്ട് ഔട്ട് ആടി. ലേറ്റസ്റ്റ് മോഡലാ, ഗ്രാൻഡ് ഐറ്റം എന്നാ പേര്. ഓക്കെ, ഈ റിബണോട് കൂടി തരാം. അതൊക്കെ തരാലോ സാർ. ഏത് കളറാണ് സെലക്ട് ചെയ്തോ, ഒരു മാസത്തിനോട് നമുക്ക് തരാൻ പറ്റും. വെയിറ്റ് താങ്ങുവോ? പിന്നെ ഇഷ്ടം പോലെ. 2 പേരുടെ വെയിറ്റ്? അയ്യോ, 2 പേരല്ലേ മാഡം, 4 പേരെ കേട്ട പിന്നെ വേണമെങ്കിൽ ഒരു പട്ടിനെ കൂടി കയറ്റാന്നേ. അല്ല, അകത്തല്ല, മേലെ. എന്തിനാ മൊത്തം വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ ഒന്നും പറ്റുന്നില്ലേ? അല്ല, എന്തായാലും കാർ നോക്കാം. വാ സാർ. സാറേ, ഞങ്ങളുടെ കാറിന്റെ ഫെസിലിറ്റീസ് പറഞ്ഞുതരാം. ABS, പവർ സ്റ്റിയറിംഗ്, LED DRL, അലോയ്, പിന്നെ എയർ ബാഗ് ഉണ്ടെന്നേ. പിന്നെ നമ്മുടെ കാറിൽ ക്യാമറ സെൻസർ അടക്കമുണ്ട്. ഓ, ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ സെൽഫി ഒക്കെ എടുക്കാലോ അല്ലേ? അതെല്ലാം മായ്ച്ചു കളി സാറേ. സാറ് കാർ എടുത്തോണ്ട് ഇങ്ങനെ പറന്ന് പോവാണെങ്കിലേ കാർ ഇങ്ങനെ തീ പോലെ പറക്കും സാറേ. ഓ, എന്നെ ഡൗട്ട് സാർ? ഒരേ ഒരു ഡൗട്ട് ഉണ്ട്. അതിനെന്താ ചോദിച്ചോളൂ. ഈ തീ കൂടെ എങ്ങാനും പോവാണെങ്കിൽ അത് കെടുത്താനുള്ള എന്തെങ്കിലും ചെയ്യും? നന്നായിട്ടുണ്ട്. കാർ വാങ്ങാമെന്നാണ്, കളിയാക്കാമെന്നാണോ? പിന്നെ എന്ത് പറയാനാ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് EMI അടച്ച് ഏതെങ്കിലും ഒരു കാർ എടുക്കാന്ന് വിചാരിച്ച് വരുമ്പോ ഇങ്ങനെ കണവണാന്ന് പറഞ്ഞ മനുഷ്യൻ വെറുപ്പിക്കാൻ നിൽക്കുന്നതിനാ. കൺഗ്രാചുലേഷൻ സാർ. സാറേ, ഇതേ പ്രോബ്ലം എനിക്കും ഉണ്ടെന്നേ. ഞാൻ ഇതേ ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചേ ഉള്ളൂ, അതിനുള്ളത് തന്നെയാ.
സാർ ഈ കാറ് വാങ്ങിയാലേ എനിക്ക് ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റും. എന്റെ പൊന്നു സാറേ ഒന്ന് വാങ്ങ സാറേ. ഓ തലപൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് വീട്ടുകളെടുത്ത്. സാർ നമുക്ക് പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഡേവിഡ്. ഗുഡ് മോർണിംഗ് ജെനി. വാട്ട്സ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പ്രോജക്റ്റ്? ഇറ്റ്സ് യെറ്റ് ടു ബി ഫിനിഷ്ഡ്. ജസ്റ്റ് ഗിവ് മീ 10 minutes. I'll finish it. നോ പ്രോബ്ലം, സിറ്റ് ഹിയർ ആൻഡ് ഡു. ഞാൻ ലാപ്ടോപ്പ് Hey, എടുത്തിട്ട് വരാം. come on here. Use my laptop. താങ്ക് യു. Jennifer, can I order a coffee? No, thanks. Okay. How's your married life? It's good, sir. It's nice. Happy. How's your husband? He's good, sir. Very jolly. Sportive. Fine, fine. ഈ വീക്കെൻഡ് ഫ്രീ ആണോ? Yeah, almost. If you don't mind, can you join me for a dinner? അല്ല, ഡിന്നറിന് വന്ന സാലറി അപ്രൈസൽ, ഓൺസൈറ്റ് ട്രിപ്പ്, അങ്ങനെ യു വിൽ ബി ബെനിഫിറ്റഡ്. എന്ത് പറ്റി ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തേ? Fuck you. ഗെറ്റ് ഔട്ട്. ഇത്രേ ഉള്ളൂ കാര്യം. അവൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നതിനെ നമുക്ക് അവനോടൊരു പണി കൊടുത്താൽ പോരെ? അതല്ലടാ, ഞാൻ അവനെ അടിച്ചതുകൊണ്ട് എന്റെ ജോലിയും പോയി. ഇനി നമ്മുടെ ബഡ്ജറ്റിൽ 50,000 പോകുന്നത്. അതിന്റെ കൂടെ കാർ വാങ്ങാനുള്ള പ്ലാനും. അതാ ഞാൻ ആലോചിച്ചത്. ബേബി, ഈ വക നിസാര കാര്യങ്ങൾ ഇത്രയ്ക്ക് ഡള്ളായിരുന്നു സംസാരിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ രണ്ടുപേരും ചേർന്നൊരു കാര്യം പ്ലാൻ ചെയ്തു. നിനക്ക് സാലറി ഇല്ലെങ്കിൽ എന്താ? നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ പോരെ? നീ ജോലിയായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നേ. ഓഹോ, നല്ല ചാൻസ് കിട്ടിയപ്പോ എന്നെ ഇവിടെ സെർവന്റ് ആക്കാൻ നോക്കുകയാണല്ലേ? നടക്കില്ല. I'll get a different job. But അതുവരെ ബോറടിക്കുമല്ലോ. ഞാൻ വേണമെങ്കിൽ അതുവരെ ലീവ് എടുത്ത് നിനക്കൊരു കമ്പനി തന്നാ പോരെ? നീ എന്താ ഇത്ര സില്ലിയായിട്ട് പറയുന്നേ? നിന്നെ കമ്പനിന്ന് പുറത്താക്കിയാലോ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങാം. ഒരു ഗ്ലൗസിന്റെ കമ്പനി. സീരിയസ് ആയിട്ട് പറയടാ. ശരി, നീ ഇപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്യും. എന്തായാലും നിന്റെ എക്സ്പീരിയൻസിന് ജോലി കിട്ടാതിരിക്കില്ല. അതുവരെ നമുക്കൊരു ഹോളിഡേ ട്രിപ്പ് പോവാം. നമ്മളിതുവരെ ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല. നീ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ. ശരി, എന്താ പ്ലാൻ? സിരടി സായിബാബയുടെ അടുത്തൊരു ട്രിപ്പ് പോയാലോ? അയ്യോ, ഷിംലയിലേക്ക് പോ. എന്റെ പൊന്നളിയ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ. ഏയ് ഹായ്, ഹൗ ആർ യു? അടിപൊളി, പറയാതെ പോയണ്ടേ? നന്നായി. സോറി വർഷ. എടാ ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? നോ റിയാക്ഷൻ മെയിൻറ്റെയിനിങ്. ശരി, ഇനി മുതൽ ഞാൻ എവിടെ പോകണമെന്ന് നിന്നോട് പറഞ്ഞിട്ട് പോകും. അതുപോലെ ഇപ്പൊ ചൂച്ചു വരുന്നുണ്ട്, പോയിട്ട് വരട്ടെ. വർഷ ഓക്കെ എന്ന് പറയില്ലെങ്കിൽ ഇവിടെ തന്നെ സാധിക്കവൻ. ഇതെന്താ ഡാർലിംഗ്, നിനക്ക് മുട്ടിയപ്പോ അവള് പോകുന്നേ, അതും ഫുൾ ഫാസ്റ്റില്. എനിക്ക് വന്ന അവൾക്ക് വരാൻ പാടില്ലേ? നീ എന്താ നാട്ടുകാരെ മൂത്രമൊഴിക്കാൻ പോകുന്ന നോക്കിയിരിക്കുന്നത്? പണി